ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഇവിടെ ഈ ഒരു ഐലൻഡ് തന്നെ പണിതിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കണം. പിന്നെ നമ്മൾ കുറച്ച് ഗ്രൈൻഡിങ് വർക്ക് ചെയ്തു. ഇപ്പോൾ നമ്മളിപ്പോൾ സബാന എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേവായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് വർക്ക് ഇനി ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് ഐലൻഡിൻ്റെ പണി തീർക്കണമെങ്കിൽ നമുക്ക് കുറേ സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ഇനി എന്തായാലും വുഡ് വെച്ച് അങ്ങനെ ചെയ്യണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. വീഡിയോ കണ്ടിരിക്കുന്നവർ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാത്ത. അപ്പോൾ നമ്മളത് ഇവിടെ നിന്നാണ് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം സാധനങ്ങളുണ്ട്. നമ്മൾ ഈ പെട്ടിയിലാണ് ജനറേറ്റർ ഉണ്ടാക്കാനുള്ള സംഭവം വച്ചിരിക്കുന്നത്. നമുക്ക് ഒരു കോപ്പർ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് 3 അയണുണ്ട്. അയണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം 3 ഡയമണ്ട് കിട്ടിയ ഒരു പെട്ടിയാണ്. ഈ സാധനങ്ങളാണ് മെയിനായിട്ട് ആവശ്യം. 2 ലാവ ബക്കറ്റ് ഉണ്ടല്ലോ. നമുക്കത് ഇത്രയാണ് ആവശ്യം. ഈ 2 ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതല്ല, അത് ഈ ഏരിയയിലാണ്. അപ്പോൾ ഇവിടുത്തെ മരങ്ങളൊക്കെ നമുക്കാണ് മുറിച്ച് കളയണം. ഇവിടുത്തെ ഈ മരങ്ങൾ കളഞ്ഞാൽ ബാക്കി എല്ലാവരുടെ അതാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്കതെ ഇവിടെയും കൂടെ നമ്മൾ കളയാം. ഓക്കെ, നമുക്ക് ആ ഭാഗത്തും കൂടെ നമുക്ക് ഈ ഒരു ഭാഗത്തും കൂടെ അങ്ങ് വെട്ടാം. എല്ലാം ആയിട്ടുണ്ട്. ഇവിടെ എത്ര പ്ലാങ്ക് കിട്ടി? 17 പ്ലാങ്ക് കിട്ടി. കുറച്ച് ലോകം കൂടെ നമുക്ക് കിട്ടാനുണ്ട്. ലോകം നമുക്ക് എടുക്കണം. ലോകമൊക്കെ ഇവിടെ നല്ല ആവശ്യം. നമ്മൾ വലിയ സെറ്റപ്പ് ഒന്നും ചെറിയ സെറ്റപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. വലിയ ജനറേറ്ററൊക്കെ നമുക്ക് പിന്നെ ഉണ്ടാക്കാം. നമുക്ക് താൽക്കാലികമായിട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. നമ്മൾ തൽക്കാലം ചെറിയൊരു ബിൽഡാണ് ഒരു സെറ്റ് ചെയ്യാൻ പോകുന്നത്. ബിൽഡെന്ന് പറയാൻ പറ്റില്ല, എന്തായാലും നമുക്ക് അതൊക്കെ തന്നെ പൊക്കോളും. നമുക്കിത് ഈ ഇത്ര ഏരിയ കിട്ടിയിട്ടുണ്ട്. കയ്യിൽ ഡയറക്റ്റ് ഉണ്ടോ നോക്കട്ടെ. ഡയറക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇതാക്കാം. ഡയറക്റ്റ് ഇല്ല, മെയിൻ ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് കിട്ടും. ഡയറക്റ്റ് ഇവിടെ ഒപ്പിക്കാൻ ഇത്തിരി പാട്. നമ്മളിപ്പോൾ സവാന എത്തി. സവാനയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. നമുക്ക് വെറൈറ്റി ഫുഡൊക്കെ അറിഞ്ഞാണ്ട് സ്പോണായില്ല. നമുക്ക് ഇവിടെ കുറച്ച് ഒരു പിഗിനെ കിട്ടി. ഓ, ഇറങ്ങിപ്പോ. ഈ പിഗ് തന്നെ കാണിക്കണേ. ഇറങ്ങിപ്പോടാ. ഇറങ്ങിപ്പോ. പിന്നെ നമുക്ക് പേപ്പർ കിട്ടി. ഇത് രാവിലെ കിട്ടി. രണ്ട് സ്പൂണായാലോ. ഒരു ഹാർട്ട് നിൽക്കുന്നു. ഓ അയ്യോ, സോംബിനെ കൊണ്ടു. ഈ പന്ന സോംബി പോയി. അയ്യോ, പറ്റിയില്ല. ഐറ്റംസ് ഇങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അയ്യോ, ഒന്നും പോയില്ലല്ലേ. ഡയൻ പിക്കാസ് എന്തേ? ഓർമ്മ കിട്ടി. ഇതിൻ്റെ മുകളിലും കൂടെ അതിന് കവറിങ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ മിക്കവാറും അടിയുണ്ട് ചാവും. നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാം. നമുക്കതേ ഇത് മറ്റേ കോഴ്സ് ഡേർട്ട് ആക്കാനുള്ള അത്ര ഇല്ലേ? ഇതിനകത്ത് 2 ഡേർട്ട് കിട്ടിയായിരുന്നല്ലോ. ഒരെണ്ണം പോലും ഇല്ലേ? അവിടെ പോയി. അത് പോയിന്ന് തോന്നുന്നു. 3 ഡേർട്ട് ഉണ്ട്. ഗ്രാവലും കിട്ടി. ഓക്കെ, മതിയാവും. നമുക്ക് കോഴ്സ് ഡേർട്ട് ഉണ്ടാക്കാം. ഇവിടെ ഡേർട്ട് കിട്ടാൻ കുറേ പാടാണ്. പിന്നെ ഇത് മതി. ഇതാവുമ്പോൾ ഇങ്ങനെ പാടൊന്നും വരുന്നില്ല.
എടുത്തുകൊണ്ട് വരാം. ഷവൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഷവൽ കയ്യിലുണ്ടോ? ഇല്ല. ഷവൽ വേണം. ഷവലില്ല. നമ്മുടെ ഷവൽ തന്നെ ക്രാഫ്റ്റ് ഷവൽ ആയിക്കോട്ടെ, കുറച്ചായിക്കോട്ടെ. അപ്പോൾ നമുക്കത് ഷവൽ കൈ കിട്ടിയിട്ടുണ്ട്. ചെയ്തിട്ട് കുതിര സമ്മതിക്കില്ല കേട്ടോ. അതുകൊണ്ട് അവനെ ക്ലിക്ക് പോർന്നു. ഓക്കെ, നമുക്ക് ഈ ഒരു ഭാഗം ഫിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത്ര സ്ഥലം കിട്ടി. നമുക്ക് അവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് ഇതൊന്ന് സെറ്റാക്കിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാൻ എന്തായാലും ഇവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സെറ്റപ്പ് സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ബിൽഡിംഗ് ബ്ലോക്ക്സ് ആവശ്യമുണ്ട്. ബിൽഡിംഗ് ബ്ലോക്ക്സ് ടച്ച് പാടാണ്. അപ്പോൾ നമുക്ക് ഒരു 2 കോബിൾ സ്റ്റോൺ ആവശ്യമുണ്ട്. പിന്നെ വേണ്ടത് ഗ്രാനൈറ്റ് കുറച്ച് ഉണ്ട്. ഇത് താൽക്കാലികമായിട്ടായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് വലിയ സെറ്റപ്പ് ഒന്നും വേണ്ട. അപ്പോൾ അത് ഇത്ര മതിയാവും. നോക്കിയിട്ട് ഇനി നിങ്ങൾ ചെറുതായിട്ടൊന്ന് ബിൽഡ് ചെയ്ത് വയ്ക്കാം. മതി. ഇവിടെ ഇങ്ങനെ ഞാൻ തുറന്ന് വയ്ക്കാം. അതിങ്ങനെ വച്ചിട്ട് ഇത് സമ്മതിക്കില്ല. നിങ്ങളിപ്പോൾ നിങ്ങൾ നന്നായിട്ട് പോയി കുറേ നേരെ ശല്യം ഉണ്ടാക്കുന്നുണ്ട്. ആമാ ഓക്കെ, ഇത്ര ചെയ്തിട്ട് ഇങ്ങനെയാണ് എൻ്റെ ഒരു പ്ലാന്. ഞാൻ നോക്കട്ടെ. നമുക്ക് അതിനൊക്കെ ബിൽഡിംഗ് ബ്ലോക്സ് ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ ഒരു ബക്കറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ലാവ. ഓക്കെ, അത് നടക്കൂലെന്നൊന്നും ഫ്ലോ ചെയ്യില്ല. വേറെ ഐഡിയ ഉണ്ട്. അതിൽ വേറൊരു പ്ലാൻ ഉണ്ട്. എനിക്ക് ലാവയൊക്കെ കൊണ്ട് പോട്ടെ. അതിൽ വേറൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളെന്തായാലും ഞാൻ എന്തായാലും സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കി. നമ്മൾ കുറച്ച് അവിടെ പോയി മൈൻ ചെയ്തു. എന്നാലും കുഴപ്പമില്ല. നമ്മളിത് ഇവിടെ നിന്നിട്ട് വേണം നമുക്കിത് മൈൻ ചെയ്യാൻ. ഇച്ചിരി ഫ്ലോപ്പാന്ന് തോന്നുന്നു. എനിക്ക് ഒരു മിനിറ്റ്. ഇത്രയൊക്കെ വേണ്ട. ഇവിടെ നിർത്തിയിട്ട് നമുക്ക് നോക്കിയാലോ. കുറച്ച് ലാവ ഫ്ലോ. ഓക്കെ, അതെ, ഒന്നുകൂടെ ഞാനൊന്ന് റീബിൽഡ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് ചെയ്തിട്ട് നോക്കാം. ഓക്കെ ഗൈസ്, ഞാൻ എന്തായാലും ഇത് ഇവിടെ ജനറേറ്ററും കാര്യമൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക്. അപ്പം അത് ഉണ്ടാവും. നമുക്ക് തൽക്കാലത്തേക്കുള്ള സ്റ്റോണും കാര്യങ്ങളും ഇവിടെ എത്തിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും തൽക്കാലിക സെറ്റപ്പാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് അങ്ങോട്ട് കൈകൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതിന് വലിയ സെറ്റപ്പൊക്കെ ചെയ്യാം. നമുക്കിത് ഇവിടുന്ന് കുറച്ചാണെങ്കിൽ ഇവിടുന്ന് സ്റ്റോൺ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് സ്റ്റോണൊക്കെ ഒപ്പിച്ചിട്ടാണ് ഇവിടെ ചെയ്തത്. ഞാനിത് 3-4 ഡിസൈൻ ഉണ്ടാക്കി. അങ്ങനെ കിട്ടിയ സ്റ്റോണൊക്കെ ഉപയോഗിച്ചാണ് ഇവിടെ ഇത് സെറ്റ് ചെയ്തേക്കണേ. കുറേ നേരത്തെ ഇതാണ് കേട്ടോ. അപ്പം ഞാനെന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.